ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. അനീഷ് ലേണിംഗ് അസംബ്ലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിക്കാൻ ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി LGSുമായി ബന്ധപ്പെട്ടതും അതുപോലെ LGSൻ്റെ മെയിൻസുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്കുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതുമായിട്ടുള്ള വിപ്ലവങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റ് ക്ലാസ്സാണ്. നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. അതുപോലെ തന്നെ ഈ റിപ്പീറ്റായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇതുവരെ പഠിച്ചതിൽ റിപ്പീറ്റായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിലേക്ക് പോവാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കീഴരിയൂർ ബോംബ് കേസാണ്. കീഴരിയൂർ ബോംബ് കേസ് നടക്കുന്നത് 1942 എല്ലാവർക്കും അറിയാവുന്നതാണ് 1942 പ്രത്യേകത. ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടമാണ് അല്ലേ. 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചാലും കീഴരിയൂർ ബോംബ് കേസാണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ പ്രക്ഷോഭമാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസിൻ്റെ പ്രധാന കാരണം ക്വിറ്റ് ഇന്ത്യ സമരം തന്നെയാണ്. ഇന്ത്യയിൽ എല്ലായിടവും സമരം ആളിക്കത്തുമ്പോൾ മലബാറിൽ കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ സമരം ഉണ്ടായിരുന്നത്, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ നിലപാടാണ് അതിന് പ്രധാനമായി കാരണം. 1941 ജൂൺ 22 റഷ്യ അച്ചുതണ്ട് ശക്തികൾക്കെതിരെ യുദ്ധം ആരംഭിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടൻ്റെ യുദ്ധയജ്ഞങ്ങളിൽ സഹകരിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസ്സിലെ ഒരു കൂട്ടം യുവാക്കൾ ഡോക്ടർ KB മേനോൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിനകത്ത് സോഷ്യലിസ്റ്റ് സംഘമായി സ്വയം വിഘടിക്കുകയും ക്വിറ്റ് ഇന്ത്യ സമരവുമായുള്ള തങ്ങളുടെ പങ്ക് നിർവഹിക്കുകയും ചെയ്തു. ഈ സമയത്ത് കേന്ദ്രത്തിൻ്റെ തീരുമാനത്തെ എതിർത്തുകൊണ്ട് ഡോക്ടർ KB മേനോൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ജനങ്ങൾ എന്ത് ചെയ്തു, പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് ചെയ്തത്. ഒരേ സമയത്ത് സ്കൂളുകളും കോളേജുകളും കോടതികളെല്ലാം ബഹിഷ്കരിക്കുകയും അതിൻ്റെ ഭാഗമായി 1942 ഈ വിഭാഗം പുറത്തിറക്കിയ ഒരു രഹസ്യ പത്രികയാണ് സ്വതന്ത്ര ഭാരതം എന്നറിയപ്പെടുന്നത്. സ്വതന്ത്ര ഭാരതം മുമ്പ് ചോദിച്ച ചോദ്യമാണ്. ഡോക്ടർ KB മേനോൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ പുറത്തിറക്കിയ ഈ ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തെ പുറത്തിറക്കിയ രഹസ്യ പത്രിക ഏതാണെന്ന്. അപ്പോൾ സ്വതന്ത്ര ഭാരതമാണ്. 1942 KB മേനോൻ്റെ നേതൃത്വത്തിൽ രഹസ്യ പത്രികയായ സ്വതന്ത്ര ഭാരതം പുറത്തിറക്കുന്നത്. 1942 ഡോക്ടർ KB മേനോൻ്റെ നേതൃത്വത്തിൽ ഗതാഗതങ്ങൾ തടസ്സപ്പെടുത്തുകയും പോലീസ് സ്റ്റേഷനുകളും ഗവൺമെൻറ് ഓഫീസുകളും ആക്രമിക്കുകയും ഉണ്ടായി. ഇതിനെ തുടർന്ന് ഡോക്ടർ KB മേനോൻ്റെ നേതൃത്വത്തിലുള്ള 27 പേരടങ്ങുന്ന സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത്. ഈ സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് എന്ന് അറിയപ്പെടുന്നത്. 1942 കീഴരിയൂർ ബോംബ് കേസ് നടക്കുന്നത്. ഏകദേശം കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് വ്യക്തമായല്ലോ. ഇനി നമുക്ക് PSCയിൽ റിപ്പീറ്റായി ചോദിക്കുന്ന കീഴരിയൂർ ബോംബ് കേസുമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ നോക്കാം. ആകെ 1, 2, 3 ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചോദ്യം എങ്ങനെയാണ്: 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് വടക്കൻ മലബാറിൽ നടന്ന പ്രക്ഷോഭം ഏത്? കീഴരിയൂർ ബോംബ് കേസ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് വടക്കൻ മലബാറിൽ നടന്ന അല്ലെങ്കിൽ കേരളത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാലും കീഴരിയൂർ ബോംബ് കേസാണ്. ഇനി കീഴരിയൂർ ബോംബ് കേസ് നടക്കുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്. കീഴരിയൂർ ബോംബ് കേസ് നടക്കുന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ്. 1942 കീഴരിയൂർ ബോംബ് കേസ് നടക്കുന്നത് അല്ലേ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായാണ് കീഴരിയൂർ ബോംബ് കേസ് നടക്കുന്നത്. ആരുടെ നേതൃത്വത്തിലാണ് കീഴരിയൂർ ബോംബ് കേസ് നടക്കുന്നത്? ഡോക്ടർ KB മേനോൻ. ആരുടെ നേതൃത്വത്തിലാണ് കീഴരിയൂർ ബോംബ് കേസ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഡോക്ടർ KB മേനോൻ്റെ നേതൃത്വത്തിലാണ് കീഴരിയൂർ ബോംബ് കേസ് നടക്കുന്നത്. സ്വതന്ത്ര ഭാരതം എന്ന രഹസ്യ പത്രിക ഏത് സംഭവവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചതാണ്? അല്ലെങ്കിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കീഴരിയൂർ ബോംബ് കേസാണ്. സ്വതന്ത്ര ഭാരതം എന്ന രഹസ്യ പത്രിക ഏത് സംഭവവുമായി പ്രസിദ്ധീകരിച്ചാണ് അല്ലെങ്കിൽ ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാലും കീഴരിയൂർ ബോംബ് കേസാണ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് 3-4 ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതോടെ കൂടിയിട്ട് നമ്മളുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ പ്രക്ഷോഭങ്ങൾ തീരുകയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏകദേശം ഒരു 10-11 ഇതുകൾ പഠിച്ചു, സമരങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് PSCയിൽ റിപ്പീറ്റായി ചോദിച്ച ചോദ്യങ്ങളാണ് ഒന്ന് നോക്കാൻ പോകുന്നത്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721, ഓപ്ഷൻ B 1731, ഓപ്ഷൻ C 1797, ഓപ്ഷൻ D 1859. ആൻസർ വരുന്നത് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ബ്രിട്ടീഷുകാരോട് പോരാടി പഴശ്ശിരാജാവ് വീരമൃത്യു വരിച്ചതെന്ന്. ബ്രിട്ടീഷുകാരോട് പോരാടി പഴശ്ശിരാജാവ് വീരമൃത്യു വരിച്ചതെന്ന്. ഓപ്ഷൻ A വരുന്നത് 1805 നവംബർ 30,
1805 നവംബർ 28, 1806 നവംബർ 30, 1806 നവംബർ 28. ആൻസർ വരുന്നത് എപ്പോഴാണ് നമുക്കറിയാമല്ലോ. 1805 നവംബർ 30 ബ്രിട്ടീഷുകാരോട് പോരാടിയിട്ട് പഴശ്ശിരാജാവ് വീരമൃത്യു മരിക്കുന്നത്. അടുത്തതായി 1930 ഉപ്പ് സത്യാഗ്രഹത്തിന് പ്രധാന വേദിയായ കേരളത്തിലെ സ്ഥലമേത്? 1930 ഉപ്പ് സത്യാഗ്രഹത്തിന് പ്രധാന വേദിയായ കേരളത്തിലെ സ്ഥലമേത്? ഓപ്ഷൻ വടകര, കൊയിലാണ്ടി, പയ്യന്നൂർ, ആലത്തൂർ. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. പയ്യന്നൂരാണ് കേരളത്തിലെ സ്ഥലം. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രമായ കേരളത്തിലെ സ്ഥലം പയ്യന്നൂരാണ്. അടുത്തത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ വയനാട്ടിൽ നടന്ന കലാപം. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ വയനാട്ടിൽ നടന്ന കലാപമാണ്. ഓപ്ഷൻ എ വരുന്നത് ചാന്നാർ ലഹള, കുറിച്യർ കലാപം, മലബാർ കലാപം, മേൽച്ചാർത്ത് കലാപം. അപ്പോൾ ഏതാണ് ആൻസർ? കുറിച്യർ കലാപമാണ്. 1812 നടന്ന കുറിച്യർ കലാപമാണ് വയനാട്ടിലെ ബ്രിട്ടീഷുകാരുടെ നികുതി പരിഷ്കരണത്തിന് എതിരായിട്ട് നടന്ന വിപ്ലവമെന്ന് അല്ലെങ്കിൽ കലാപമെന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി 1805 മരണം വരിച്ച കോട്ടയം രാജാവ്. ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി 1805 മരണം വരിച്ച കോട്ടയം രാജാവ്. ഓപ്ഷൻ എ വരുന്നത് പഴശ്ശി രാജാവാണ്, ബി ടിപ്പു സുൽത്താൻ, സി ധർമ്മരാജ, രാജാ ഹരിസിംഗ്. ഡി വരുന്നത് രാജാ ഹരിസിംഗ് ആണ്. ആൻസർ അറിയാമല്ലോ. 1805 ഭരിച്ചതാരാണ്? പഴശ്ശി രാജാവാണ്. ആൻസർ വരുന്നത് പഴശ്ശി രാജാവ്. അടുത്തതായി പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാര്? പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാര്? ഓപ്ഷൻ വരുന്നത് കെ എൻ പണിക്കർ, ബി കെ എം പണിക്കർ, സി വി രാമൻപിള്ള, അപ്പൻ തമ്പുരാൻ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ എയും ബിയും തെറ്റിക്കാൻ വേണ്ടി തന്നിരിക്കുകയാണ്. കെ എൻ പണിക്കറും കെ എം പണിക്കറും. ആൻസർ വരുന്നത് ഏതാണ്? കെ എം പണിക്കരാണ്. കെ എം പണിക്കരാണ്, തെറ്റിപ്പോകരുത്. കെ എം പണിക്കരാണ് പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയത്. അടുത്തതായി കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം, കുറിച്യ കലാപം, മലബാർ കലാപം, ആറ്റിങ്ങൽ കലാപം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ആൻസർ വരുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യത്തെ സംഘടിത കലാപം എന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപമാണ്. അതേസമയം ക്വസ്റ്റ്യൻ വേറെ രീതിയിലാണെങ്കിൽ കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ കലാപം എന്ന് ചോദിക്കുകയാണെങ്കിൽ അഞ്ചുതെങ്ങ് കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപമാണെങ്കിൽ അത് അഞ്ചുതെങ്ങ് കലാപമാണ്. സംഘടിത കലാപം എന്ന് ചോദിക്കുകയാണെങ്കിൽ ആറ്റിങ്ങൽ കലാപമാണ്. മാറിപ്പോകരുത്. അടുത്തത് വാഗൺ ദുരന്തം നടന്നത് ഏത് വർഷം? വാഗൺ ദുരന്തം നടന്നത് ഏത് വർഷം? ഓപ്ഷൻ എ വരുന്നത് 1941, ബി 1931, 1921, 1911. ആൻസർ വരുന്നത് 1921 അല്ലേ. മലബാർ ലഹളയുമായി ബന്ധപ്പെട്ടാണ് ഈ വാഗൺ ട്രാജഡി ഉണ്ടാകുന്നത്. ഓക്കെ, 1921 ആൻസർ വരുന്നത്. അടുത്തത് മാപ്പിള ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് ആര്? മാപ്പിള ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് ആര്? ഒന്നാമത് ഓപ്ഷൻ എ വരുന്നത് കളത്തിങ്കൽ മുഹമ്മദ്, ബി അലി മുസ്ലിയാർ, വാരിയംകുന്നത്ത് മുഹമ്മദ് ഹാജി, വക്കം മൗലവി. അപ്പോൾ അലി മുസ്ലിയാറാണ്. ആൻസർ വരുന്നതാണ് അലി മുസ്ലിയാർ. മാപ്പിള ലഹളയുമായി അതിൻ്റെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് അലി മുസ്ലിയാറാണ്. അടുത്തത് മാപ്പിള ലഹള നടന്ന വർഷം ഏത്? മാപ്പിള ലഹള നടന്ന വർഷം ഏത്? 1947, ഓപ്ഷൻ ബി 1927, 1921, 1931. ആൻസർ വരുന്നത് 1921. നമ്മൾ ഈ വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. 1921 മാപ്പിള ലഹള നടക്കുന്നത്. അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയുമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ എന്നുള്ള ടോപ്പിക്ക് പൂർത്തിയാകുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ടോപ്പിക്കുകളും കംപ്ലീറ്റ് ചെയ്തെന്നും വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്നും വിചാരിക്കുന്നു. എന്തായാലും ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഒരു സിലബസിലെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും പൂർത്തിയാക്കി. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.